ഹലോ നമസ്കാരം. ദാ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നേ വാദ്യകലാരംഗത്ത്, അതായത് മേളത്തിൽ എലത്താളങ്ങൾ, അതിൻ്റെ ഉപയോഗം, എങ്ങനെയാണ് എലത്താളം ഉപയോഗിക്കുന്നത്, എന്താണ് എലത്താളം, അതിനെക്കുറിച്ചാണ്. അതിനായിട്ട് നമ്മുടെ അനൂപിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് വാദ്യകലാരംഗത്ത് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന അനൂപിനെ നമുക്ക് പരിചയപ്പെടാം. എലത്താളത്തിനെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹമായി സംസാരിക്കാം. അനൂപേ, നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് അനൂപ്. വെള്ളാങ്ങല്ലൂരാണ് സ്വദേശം. വെള്ളാങ്ങല്ലൂർ അടുത്ത് പൈങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നു. 10-25 വർഷത്തിൽ മേധയായി ഈ വാദ്യകലാരംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. ഇതാണ് എലത്താളം. അമ്പലത്തിലെ എന്ത് കാര്യങ്ങൾക്കായാലും എലത്താളം ഒഴിച്ചുകൂട്ടാൻ പറ്റാത്തൊരു വാദ്യമാണ്. പഞ്ചവാദ്യം, മേളം, തായമ്പക, ഇനി കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, കേളി, ഇപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ ചടങ്ങുകൾക്കായാലും എന്തൊരാവശ്യത്തിനായാലും എലത്താളം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വാദ്യമാണ്. ഇതിപ്പോൾ എലത്താളം പിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചെമ്പട മേളം, ചെമ്പടയ്ക്ക് കഴിഞ്ഞപ്പോൾ നമ്മൾ ഉള്ളിൽ നിന്ന് കുട്ടിയെന്ന് വിളിക്കുമ്പോൾ ചെമ്പട തുടങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്പടയ്ക്ക് പിടിക്കുക. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ ചെമ്പടയിലേക്ക് കിടക്കും. പിന്നെ പഞ്ചാരി മേളത്തിന് ആചരിച്ചപ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ അങ്ങനെ സാധാരണ അങ്ങനെയാണ് പിടിക്കുന്നത്. പിന്നെ കുഴ മറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കുഴ മറിഞ്ഞു കഴിഞ്ഞാൽ കൈ ഇങ്ങനെ ശരിക്കിത് ഇങ്ങനെയാണ് പതികാലം ഉണ്ടാകാലൊക്കെ ഒരു വിധം നമ്മൾ ഇങ്ങനെയാണ് പതികാലം ഉണ്ടാകാലൊക്കെ മേളത്തിന് പിടിക്കുന്നത്. പിന്നെ 5ാം കാലത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് 5ാം കാലത്തിന് നമ്മൾ എലത്താളം പിടിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചവാദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ തിമില സംഗതികൾ വേണത് കാണിച്ചു തരാനായിട്ട് കഴിഞ്ഞാൽ അല്ലാതെ പഞ്ചവാദ്യത്തിന് പിടിക്കുക. പിന്നെ കേളിയും പറ്റായാലും തായമ്പിയായാലും അതിപ്പോൾ ചെണ്ട ഇത് ഉണ്ടെങ്കിലേ നമുക്കത് ശരിക്കും പിടിച്ച് കാണിച്ചു തരാൻ കൂടുതലായിട്ട് പറ്റുകയുള്ളൂ. ഇലത്താളം ഇവിടെ ഇത് ഉണ്ടാക്കുന്നത് കടവല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. കുന്നംകുളം കഴിഞ്ഞ് നമ്മൾ കുറ്റിപ്പുറമൊക്കെ പോണ റൂട്ടിൽ കടവല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ നമ്മുടെ അറിവിൽ 2 സ്ഥലത്താണ് അത് ഉണ്ടാക്കുന്നത്. ഒന്ന് കുമാരൻ എന്ന് പറഞ്ഞ ഒരാളും പിന്നെ സുഖവും. അപ്പോൾ എങ്ങനെയാണ് സാധാരണ ഇലത്താളത്തിൻ്റെ ഇത്. അപ്പൊ അനൂപിന് ഈ അടുത്ത കാലത്ത് ഒരു പുരസ്കാരം കിട്ടിയിട്ടുണ്ടല്ലോ, എവിടെയാണ് അത്? നമ്മള് തൃപ്രയാർ പോണ വഴി, ഇപ്പൊ ചേർപ്പ് തൃശ്ശൂർ റോഡ് തൃപ്രയാർ പോണ പഴുവിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തില് അവിടെ ഒരു മാധവമാരാർ സ്കന്ധ പുരസ്കാരം എല്ലാ വർഷവും കൊടുക്കുന്നതാണ്. അപ്പൊ അത് ഇപ്രാവശ്യം നമ്മൾക്കാണ് അതിന് യോഗം ഉണ്ടായത്, അവസരം ഉണ്ടായത്. അവിടെ പഴുവിൽ മാധവമാരാർ അദ്ദേഹത്തിൻ്റെ മക്കൾ കൂടി ചേർന്ന് എല്ലാ വർഷവും ഈ 2 കലാകാരന്മാർക്ക് കൊടുക്കുന്നുണ്ട്. അവിടെ എത്ര വർഷം നമ്മളെ ഈ കല അവിടെ കൊണ്ടുണ്ട്? ഞാൻ 10-15 വർഷത്തിന് മേലെയായി അവിടെ സ്ഥിരം. അവിടെ ഉത്സവമാണ്, മേടമാസത്തിലെ ഉത്സവമാണ്. അപ്പോൾ ഭരണിയുടെ അന്നാണ് അവിടെ പള്ളിവേട്ട ദിവസം ഭരണിയാണ്. അന്നാണ് അവിടെ വിശേഷമുള്ള ദിവസം. അപ്പം അന്നാണ് ഈ രാവിലത്തെ മേളം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പുരസ്കാരം കൊടുക്കാറ്. അപ്പൊ അതുകൊണ്ട് ഈ പ്രാവശ്യം സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം മൂലം നമുക്കാണ് ഇപ്രാവശ്യം ഭാഗ്യമുണ്ടായത്. കേരളത്തിലെ ഒട്ടുമിക്ക ഉത്സവങ്ങളിലും പങ്കെടുത്തു വരുന്നു. വൃശ്ചികോത്സവമായ തൃപ്പൂണിത്തുറ ഉത്സവം, തൃപ്രയാർ ഏകാദശി, ഇളങ്കുന്നപ്പുഴ ഉത്സവം, ആറാട്ടുഴ പൂരം, തൃശ്ശൂർ പൂരം, ഇരിങ്ങാലക്കുട ഉത്സവം എന്നിങ്ങനെ കേരളത്തിലെ പേര് കേട്ട എല്ലാ ഉത്സവങ്ങളിലും പങ്കെടുത്തു വരുന്നു. ആശാൻ എന്ന് പറയുന്നത് പറമ്പിൽ നാരായണൻ നായരാണ്. അദ്ദേഹം നെടുമ്പാളം, തൊട്ടിപ്പാളടുത്ത് നെടുമ്പാളം എന്ന ദേശത്ത് താമസിച്ചിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. 25 വർഷത്തോളം ഇപ്പൊ നമ്മുടെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്, സജീവമായി പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മള് സ്ഥിരം ഇത് തന്നെയാണ് നമ്മുടെ ജീവിത വരുമാന മാർഗം. അപ്പൊ നമുക്ക് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട നമ്മുടെ
എന്താ പറയാ ആരുടെ കൂടെയൊക്കെയാണ് ആ പരിപാടികൾക്ക് പങ്കെടുക്കുന്നത്. ഞാൻ ഇപ്പോ പെരുവനം കുട്ടേട്ടൻ, പത്മശ്രീ പെരുവനം കുട്ടേട്ടൻ, പഴുവില് രഘുചേട്ടൻ, പിന്നെ മറ്റേ തൃപ്രയാർ ഒരു രഞ്ജിത്ത് അനിയൻ, തൃപ്രയാർ അനിയൻ എന്നാണ് നമ്മളൊക്കെ വിളിക്കുക. പിന്നെ ചെറുശ്ശേരി കുട്ടേട്ടൻ, ഇപ്പൊ ചെറുശ്ശേരി ഒരു ശ്രീകുമാർ ചേട്ടനുണ്ട്. അപ്പൊ അവരുടെ കൂടെയൊക്കെ സജീവമായ മേളങ്ങളിൽ പങ്കെടുത്തു വരുന്നുണ്ട്. 25 വർഷമായിട്ടും ഇവരുടെ കൂടെയൊക്കെ തന്നെയാണ് പരിപാടികൾക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏത് വാദിയായാലും ഇതിനെക്കുറിച്ച് അറിയുന്നവരെല്ലാം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അറിവ്. ചെണ്ടമേളത്തില് ഏലത്താളമാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. ചെണ്ടമേളത്തില് ഏലത്താളം ഒരു മറ്റുള്ള വാദ്യങ്ങളെ പോലെ തന്നെ കൊമ്പായാലും കുഴലായാലും അതുപോലെ തന്നെ ഏലത്താളവും ഒരു മെയിൻ വാദ്യമാണ് മേളത്തിന്. കിട്ടുള്ളൂ. അതിപ്പോ മേളത്തിനായാലും ശരി, പഞ്ചവായത്തിനായാലും ശരി, തായമ്പേക്കായാലും ശരി, ഏലത്താളല്ലെങ്കിൽ അതിനൊരു പൂർണ്ണതയാവില്ല. ഇല്ല. വീട്ടിലൊക്കെ ആരൊക്കെ ഉണ്ട്? ഭാര്യ ഉണ്ണിമോൾ, മകൾ മാളവിക 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മകൻ അദ്വൈത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടുപേരും കൽപ്പറമ്പ് സ്കൂളിലാണ് പഠിക്കുന്നത്. ശരി. വൈഫിന് നമ്മള് മേളം കലാകാരമായിട്ട് ബന്ധപ്പെട്ട് താല്പര്യം ഉണ്ടെന്നാണല്ലേ? മേളത്തിനോടൊക്കെ താല്പര്യം, ഉത്സവങ്ങളിലൊക്കെ കൊണ്ടുപോകാറൊക്കെ ഉണ്ടോ? ഞാനിപ്പോ ഇവിടെ അടുത്ത് നമുക്കിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ രാത്രി പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ഈ ഇരിഞ്ഞാലക്കുട ഉത്സവം, അതുപോലെ നമ്മുടെ ഇവിടെ മകരം 10ാം തീയതി പുതിയാവ് താലപ്പൊലി, അങ്ങനെ അടുത്ത് പ്രദേശത്തുള്ള 2-3 പരിപാടികൾക്കൊക്കെ പോകുമ്പോ കൊണ്ടുപോകാറുണ്ട്. മോന് എന്തിനാ താല്പര്യം പഠിക്കാനായിട്ട്? ഏതാ മേള പഠിക്കാനാ താല്പര്യം? ഒരു ചോദ്യമാണ്. ഏതാണ് താല്പര്യം? പറയും. അങ്ങനെയൊന്നുമില്ല. ചെണ്ടയാണോ ഏലത്താളോ? അച്ഛൻ്റെ ഏലത്താളാണോ? ഏതാ താല്പര്യം? ചെണ്ട. വെരി ഗുഡ്. കാരണം ഇത്തിരി നല്ല സാധനം തന്നെ, ഇമ്പുള്ള സാധനം. ശരി. ഏലത്താളം എന്ന് പറയുമ്പോ അപ്പൊ നമ്മുടെ അനൂപിന്റെ ഫാമിലി കേട്ടോ അത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ അനൂപിന്റെ വിശേഷങ്ങൾ കണ്ടില്ലേ? ഏലത്താളം വായനയിൽ അത് ഒരു 10-25 വർഷത്തെ പാരമ്പര്യമുണ്ട്. അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകളും കണ്ടില്ലേ? അപ്പോൾ അദ്ദേഹം നിരവധി ഈ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കണം. ഇനി തുടർന്ന് ഇനി അങ്ങോട്ട് പ്രോഗ്രാമുകളിൽ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ആർക്കെങ്കിലും പ്രോഗ്രാമുകൾ വേണമെങ്കിൽ, അതായത് ഇപ്പൊ ഉത്സവങ്ങളായാലും എന്ത് പരിപാടിയാണെങ്കിലും ബുദ്ധിമുട്ടില്ല. അനൂപിനെ കോണ്ടാക്ട് ചെയ്യാം. അദ്ദേഹത്തിന്റെ ഫാമിലിയാണ് ഇവരൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിരുന്നു. നിങ്ങളിത് പരമാവധി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോ കാണാം. ഒരു ഹായ് പറഞ്ഞാലോ. ഹായ്.